ബർക്കത്തുണ്ടാകാൻ പഠിപ്പിച്ച ഒരു മനോഹരമായ പാഠം തന്റെ പ്രിയപ്പെട്ട ഖാദിമ ഹബീബിന്റെ സന്തത സഹചാരിയെ പോലെ അവിടത്തേക്ക് ചേർന്ന് അവിടുത്തെ ഇഷ്ടപ്പെട്ട കുട്ടിയായി ജീവിച്ച സയ്യിദുനാ അനസ് തങ്ങളെ ഒരു തവണ റസൂലുള്ള വിളിക്കുകയാണ് റളിയല്ലാഹു അൻഹു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസിനോട് പറയുന്നു, യാ ബുനൈ, എന്റെ കുഞ്ഞിമോനെ. എന്തൊരു സ്നേഹത്തിലെ ആ വിളി! തനിക്ക് 10 വർഷം ഹിദ്മ ചെയ്ത് തന്റെ ഹൃദയത്തിൽ ഇടം പിടിച്ച അനസിനെ യാ ബുനയ്യ, എന്റെ കുഞ്ഞിമോനെ, ഇദാ ദഖൽത അലാ അഹ്ലിക്, നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ഫസല്ലിം അലാ അഹ്ലിക, നീ കുടുംബത്തിനോട് സലാം പറയണമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നിട്ടോ ഒരാജ്ഞ മാത്രമല്ല, അതിന്റെ റിസൾട്ട് കൂടെ പറയുകയാണ്. ആ സലാം ബർക്കത്തായി മാറുന്നതാണ്. അലൈക വഅലാ അഹ്ലി ബൈതിക, നിനക്കും നിന്റെ കുടുംബത്തിനും വലിയ ബർക്കത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വളരെ ബ്യൂട്ടിഫുൾ ആയി കൊടുക്കാൻ കഴിയണം. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വളരെ സിമ്പിൾ ആയ ഒരു പണിയാണ്. കിട്ടുന്നതോ ബറക്ക, വഹീന്റെ വാക്കാണത്. ബറക്കത്ത് കുടുംബത്തിലാകമാനം പരക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് വിശ്വാസികൾ കണ്ടുമുട്ടി. എന്നിട്ടെങ്ങാലും അവർ സലാം പറയാതെ പോയാൽ മലായികത്തുകൾ ആ മനുഷ്യരെ നോക്കി പറയാണ്, എന്തു മനുഷ്യരവര്, കണ്ടിട്ടൊന്ന് സലാം പോലും പറയണില്ലല്ലോ. ചില ദിവസങ്ങളിൽ സഹാബാക്കള് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകും. അങ്ങനെ നടന്നു പോകും. എന്തിനെന്നറിയുമോ? വല്ലതും പർച്ചേസ് ചെയ്യാനല്ല, വല്ലതും വാങ്ങാനോ ആരെയെങ്കിലും സന്ദർശിക്കാനോ അല്ല. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ആരോടെങ്കിലും ഒന്ന് സലാം പറയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എത്ര സിമ്പിളാണ്! കാണുന്നവരോട്, പരസ്പരം കാണുന്നവരോട് എന്താണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത്? ഞാൻ ഇവിടെ വെച്ച് ഒരാളെ കണ്ടു, അയാൾ ആ ചുമരന്റെ പിറകിലൂടെ മറഞ്ഞു, വീണ്ടും എന്റെ മുമ്പിൽ 1 മിനിറ്റിനകം എത്തിയാൽ പോലും വീണ്ടും സലാം പറയണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.